നമുക്ക് ജലറ്റിനും അതുപോലെ തന്നെ ചൈനാഗ്രാസും ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിടിലൻ ടേസ്റ്റിയുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ബൗൾ നമുക്ക് ഒന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് 250 ml ആണ്. അപ്പോൾ 500 ml പാൽ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വാനില എസൻസും ഉപയോഗിക്കാം. പിന്നെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മധുരത്തോട് കൂടിയിട്ട് പുഡിങ് കഴിക്കുമ്പോഴല്ലേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഈ ഒരു പുഡിങ്ങിന് പാകമാണ്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. എല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തിട്ടാണ് ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അടിക്ക് പിടിക്കാതെ വേണം ഇത് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ലോ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ. നല്ലോണം തിളച്ച് പോകുന്ന ടൈമിൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. അല്ലാത്ത ടൈമിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമ്മളിത് കുറുക്കിയെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് തിളച്ച് പാനിൽ നിന്ന് ഓവർഫ്ലോ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ വേണം ഇത് കുറുക്കിയെടുക്കാൻ. ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ നമുക്കൊന്ന് വടിച്ചെടുക്കാം. ഇതുവരെ നമ്മൾ കൈയെടുക്കാതെ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് കുറുക്കിയെടുത്താലുള്ളൂ ഈ ഒരു പരുവം വരെ നമുക്ക് കിട്ടുന്നത്. അടിക്ക് പിടിക്കാതെ തന്നെ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ആ ചൂടോട് കൂടി തന്നെ നമ്മൾ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ആ പാനിൽ പിടിച്ചിട്ട് അതിങ്ങനെ സെറ്റായി നിൽക്കും. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ ഏത് ബൗളിലാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 3 ബൗളിലേക്കുള്ള പുഡിങ്ങാണ് കേട്ടോ നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഒരു അര ഭാഗം ഞാൻ 3ലേക്കും ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറഞ്ഞത് നമുക്കൊരു 3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. 3 മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ പുഡിങ് സെറ്റായിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ആദ്യം ഈ ബൗളിൽ നിന്ന് നമുക്ക് ഈ പുഡിങ് എടുക്കാം. ഒന്നെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്താലും മതി. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. നല്ല ജെല്ലി പോലെയാണ് ഇത്. അതുകൊണ്ട് മുറിഞ്ഞു പോവാതെ നോക്കുക. എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു തേങ്ങാപ്പൊടിയിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ആ തേങ്ങയും കൂടിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പുഡിങ് കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലായിടും നമുക്കൊരു തേങ്ങാപ്പൊടിയിൽ ഇട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി പുഡിങ്ങിൽ ഞാനിവിടെ ചെറിയും അതുപോലെ തന്നെ പിസ്തയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണിത്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെ തന്നെ കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ക്രീമൊക്കെ കൂട്ടി നമ്മൾ ഉണ്ടാക്കിയൊരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിനുള്ളത്. മാത്രമല്ല ആ പാലൊക്കെ നമ്മൾ നല്ലപോലെ കുറുക്കിയെടുത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് ഈ ഒരു പുഡിങ്ങിനുള്ളത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാലുള്ളൂ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രം റിനുസ് കിച്ചൻ.